ഈ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഓൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾ എ ഇൻ ടേംസ് ഓഫ് സീക്ക് എ. എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസിനെയും സീക്ക് എയുടെ ടേമിൽ എഴുതണം. ഓക്കെ, ഇപ്പോൾ സൈനിനെ നമുക്ക് എങ്ങനെ സീക്കിൻ്റെ ടേമിൽ എഴുതാം, കോസിനെ എങ്ങനെ സീക്കിൻ്റെ ടേമിൽ എഴുതാം, അതൊക്കെയാണ് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമുക്ക് ആദ്യം തന്നെ സീക്ക് എയിന് എക്സ് എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. സീക്ക് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണെന്ന് അസ്യൂം ചെയ്യാം. സീക്ക് എ എക്സ് ആവുന്ന രീതിയിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കാം. ഇത് എ ആണ്. സീക്ക് എ എക്സ് ആവുന്ന രീതിയിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കണം. സീക്ക് നമുക്ക് അത്ര പരിചയമുള്ള ആളല്ലാത്തത് കൊണ്ട് ഒരു കാര്യം ചെയ്യാം. കോസ് എ എന്തായിരിക്കും? 1/CK ആണ്. സീക്കിൻ്റെ റെസിപ്രോക്കലാണ് കോസ്. അപ്പോൾ സീക്ക് എക്സ് ആണെങ്കിൽ കോസ് എ എന്ന് പറയുന്നത് 1/x ആണ്. അറിയാലോ, റെസിപ്രോക്കൽ. ഓക്കെ, അപ്പോൾ സീക്ക് പരിചയമില്ല, സാരില്ല. സീക്ക് എക്സ് ആണെങ്കിൽ കോസ് എ 1/x ആണല്ലോ. കോസ് എ 1/x ആവുന്ന രീതിയിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുന്നു. കോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പർട്ടീന്യൂസ് ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് 1 ആവണം. അഡ്ജസൻറ്റ് സൈഡ് 1 ആവണം ആൻഡ് ഹൈപ്പർട്ടീന്യൂസ് എക്സ് ആവണം. ഇപ്പോൾ ശരിയായില്ലേ നോക്കിയേ. കോസ് എ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പർട്ടീന്യൂസ് 1/x. ഇവിടെ ഒരു സൈഡ് ഉണ്ടല്ലേ, അതെന്താണെന്ന് അറിയില്ല നമുക്ക്. അതെങ്ങനെ കാണാം? അത് നമുക്ക് ഞാനിവിടെ സ്റ്റെപ്പെല്ലാം എഴുതി കാണിച്ചു തരാം. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ABC. നമുക്ക് ആ BC അറിയില്ല, മറ്റു രണ്ടും അറിയാം. പൈതഗോറസ് തിയറം പ്രകാരം ഹൈപ്പർട്ടേന്യൂസിൻ്റെ സ്ക്വയർ, എല്ലാ സ്റ്റെപ്പ് എഴുതാണേ. ഹൈപ്പർട്ടേന്യൂസിൻ്റെ സ്ക്വയർ ഇതിൻ്റെയും സം ഓഫ് സ്ക്വയേഴ്സാണ്. അതായത് BC സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. അതെങ്ങനെ? പൈതഗോറസ് തിയറം അല്ലേ. എക്സ് സ്ക്വയർ ഈക്വൽ ടു BC സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ആ BC അറിയില്ല അല്ലേ. ഈ 1 സ്ക്വയർ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കാം, അതായത് 1 ലെഫ്റ്റിലോട്ട് എടുക്കാം. അപ്പോൾ BC സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, അഥവാ എക്സ് സ്ക്വയർ മൈനസ് 1. ഓർ BC ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 കിട്ടും അല്ലേ. BC ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇവിടെ എഴുതാമല്ലോ. BC ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എഴുതി. അപ്പോൾ ഒരു രണ്ട് സൈഡേ ഉള്ളെങ്കിലും മൂന്നാമത്തെ സൈഡ് പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് ചെയ്യാം. ഇനി നമുക്ക് എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. സൈൻ, കോസ് അല്ലേ, ടാൻ, അതെല്ലാം സീക്കിൻ്റെ ടേമിൽ എഴുതണം. ഈ ഫിഗർ നോക്കിയിട്ട് സൈൻ എ എന്താണെന്ന് പറയാമോ? സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർട്ടേന്യൂസ്, ശരിയല്ലേ. റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1/x. ഓപ്പോസിറ്റ് സൈഡ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1ഉം ഹൈപ്പർട്ടേന്യൂസ് എക്സ് ആണ്. എക്സ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CK ആണ് അല്ല, അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ എക്സിന് പകരം ഞാൻ CK എന്ന് എഴുതാണ്. അപ്പോൾ സീക്ക് സ്ക്വയർ എ മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ CK. ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ സൈൻ എനെ സീക്കിൻ്റെ ടേമിൽ എഴുതി. ഇനി കോസിന് സീക്കിൻ്റെ ടേമിൽ എഴുതാൻ നമുക്കറിയാം, അതിന് ട്രയാങ്കിൾ നോക്കേണ്ട ആവശ്യമില്ല. കോസ് എനെ സീക്കിൻ്റെ ടേമിൽ എഴുതണം. കോസ് എനെ 1/CK എന്ന് എഴുതിയാൽ പോരെ, നമുക്കറിയാമല്ലോ. അതിന് ട്രയാങ്കിൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. സീക്കിൻ്റെ റെസിപ്രോക്കലാണ് കോസ് എന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാവരെയും നമ്മൾ സീക്കിൻ്റെ ടേമിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോസിനെ ഞാൻ സീക്കിൻ്റെ ടേമിൽ എഴുതി. അത് നമുക്ക് പഠിച്ച ഐഡൻറ്റിറ്റിയാണ്. ഇനി ടാൻ എ ഉണ്ട് അല്ലേ. ടാൻ എ, ആ ഫിഗർ നോക്കിയിട്ട് ടാൻ എ എന്താണെന്ന് പറയാമോ? ടാൻ എയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താണ്?
അഡ്ജസ്റ്റൻറ്റ് സൈഡ് 1 ആണ്. അപ്പോൾ ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 വരും. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ 1 എന്ന് പറയുമ്പോൾ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 ഓർ ടാൻ എ ഈക്വൽ ടു എക്സ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? എക്സ് ഇത് സി കെ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പം നമ്മൾ എക്സിന് പകരം എന്തെഴുതണം? സി കെ എന്ന് എഴുതും. റൂട്ട് ഓഫ് സി സ്ക്വയർ എ മൈനസ് 1. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടാനിനെ നമ്മൾ സീക്കിൻ്റെ ടേമിൽ എഴുതി, സൈന് എഴുതി, കോസ് എഴുതി, ടാൻ എഴുതി. ഇനി കോട്ട്, ഇനിയുള്ളതൊക്കെ റെസിപ്രോക്കലുകളാണ്, അറിയാമല്ലോ. കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/tan ആണെന്ന് നമുക്കറിയാം. അതിന് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ എഴുതാമല്ലോ. കോട്ട് എന്ന് പറഞ്ഞാൽ 1/tan ആണ്. 1/tan എന്നുള്ളത് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? തൊട്ട് സ്റ്റെപ്പ്, മുമ്പത്തെ സ്റ്റെപ്പ്. ടാൻ എന്ന് പറഞ്ഞാൽ റൂട്ട് സി സ്ക്വയർ മൈനസ് 1, റൂട്ട് ഓഫ് സി സ്ക്വയർ എ മൈനസ് 1. ശരിയല്ലേ നോക്കിയേ? അപ്പോൾ കോട്ടിന് ഞാൻ സീക്കിൻ്റെ ടേമിൽ എഴുതിയിരിക്കുന്നതല്ലേ കാണുന്നത്. അപ്പോൾ കോട്ട് 1/tan ആണ്. അതിന് ട്രയാങ്കിൾ നോക്കാതെ തന്നെ നമുക്ക് എഴുതാം. ഇനി സീക്കിൻ്റെ ടേമിൽ എഴുതേണ്ട ആവശ്യം നമുക്കില്ല. ഓക്കെ, സീക്ക് വേണ്ട. കൊസീക്കാണ് ഇനി ഉള്ളത്, ലാസ്റ്റ് 1. കൊസീക്ക് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾ നോക്കാതെ പറ. കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin a ആണ്, അല്ലേ? 1/sin a. sin a നമ്മൾ ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? സീക്കിൻ്റെ ടേമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ sin a? ഇത് എവിടെ നോക്കിയേ? sin a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റൂട്ട് സി സ്ക്വയർ മൈനസ് 1/sec എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് sin a ഇതിങ്ങനെ എഴുതാൻ പോവാണ്. റൂട്ട് സി സ്ക്വയർ എ മൈനസ് 1/sec. ശരിയല്ലേ? ദാറ്റ് ഈസ് കൊസീക് എ ഈക്വൽ ടു, ഇത് തിരിച്ചെഴുതാം, അറിയാമല്ലോ. 1 ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ റെസിപ്രോക്കലാവും, സീക്ക് മുകളിലോട്ട് പോവും. സീക്ക് എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സി സ്ക്വയർ എ മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കൊസീക്കിനെ നമ്മൾ സീക്കിൻ്റെ ടേമിൽ എഴുതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാ ട്രിഗണോമെട്രി റേഷ്യോസും റെഡി ആയിട്ടുണ്ട്.